കാണുന്നില്ലല്ലോ. ഈ വീട്ടിലൊന്നും കഴിക്കാനില്ലേ? ആഹാ, എന്താണ് പതിവില്ലാണ്ട് കെട്ടിലപ്പോ അടുക്കളയിലൊക്കെ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓ, വിശപ്പ് അത് പിന്നെ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. വിശപ്പുണ്ടെങ്കിൽ എടുത്ത് കഴിക്ക്. ഞാൻ രാവിലെ തൊട്ടേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ തിന്നെ. എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കണേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒരു കുഞ്ഞിനെ കടത്തി ഉറക്കാനെന്ന് പറഞ്ഞ് റൂമിൽ കയറിയിട്ട് കൊച്ചിനെ ഉറക്കിയിട്ട് അതിൻ്റെ കൂടി അങ്ങ് കയറി കിടക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള സമയത്ത് എണീറ്റ് വന്നിട്ട് തിന്നാൻ വേണ്ടി അടുക്കളയ്ക്ക് വരിക. ഞാനാണെ ഇങ്ങനെ ചെയ്യില്ല. ഞാൻ അഥവാ ഇനിയിപ്പോൾ ഉറങ്ങിപ്പോയാൽ തന്നെ അവരുണ്ടാക്കിയ ഭക്ഷണം ഞാനൊരു നാണമില്ലാണ്ട് ഇതുപോലെ എടുത്ത് തിന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് അമ്മ കണക്ക് പറയുന്നത്, അത് മറക്കണ്ട. ഞാൻ സംസാരിക്കുന്നതൊക്കെ നല്ല ബോധത്തോടെ തന്നെയാണ്. എനിക്കൊക്കെ വർത്താനം പറയാൻ നല്ലോണം അറിയാം. കെട്ടിലും മുത്രേരെ കിടന്ന് ഉറങ്ങിയല്ലേ, നല്ലോണം വിശപ്പുണ്ടാവും. എടുത്ത് തിന്നാൻ നോക്ക്. ഓ, വിശപ്പോടെ എങ്ങോട്ട് വന്നേ. പക്ഷെ ഇനി എന്തായാലും വേണ്ട. ഓ, അതാണ് നല്ലത്. കുറച്ച് ചോറും കറിയെങ്കിലും ബാക്കിയുണ്ടാവും. ഒരു മനുഷ്യൻ സാധാരണ ഒരു 3 നേരം ഭക്ഷണം കഴിച്ചാൽ മതി. അല്ലാണ്ട് 4ഉം 5ഉം ഒന്നും ഈ കുഞ്ഞിന് പാല് കൊടുക്കുക എന്നുള്ള വ്യാജാനം കഴിക്കേണ്ട ആവശ്യമില്ല. അമ്മയും രണ്ട് പ്രസവിച്ചതല്ലേ? അമ്മയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ടുള്ളതല്ലേ? അമ്മയ്ക്ക് അറിയാലോ ഈ സമയങ്ങളിൽ നല്ല വിശപ്പുണ്ടാവുമെന്ന്. അല്ലാണ്ട് എനിക്ക് ആർത്തി പിടിച്ച് കഴിക്കുന്നതല്ല, വിശന്നിട്ടാ. അങ്ങനെ വിശപ്പുണ്ടെങ്കിലേ വെച്ചുണ്ടാക്കുന്നവർ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ നിൽക്കണം. അല്ലാണ്ട് ഏത് നേരവും തീറ്റ ഉറക്കം മാത്രമാണെങ്കിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ദേഷ്യം വരുന്നുള്ള ബോധം നിനക്കും വേണം. വിശന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വന്ന് എന്നോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. ഓഹോ, അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. ഏത് നേരം നീ തിന്നാൻ മാത്രമായിരിക്കണം. അപ്പം നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അവള് അമ്മ എന്നൊക്കെ അമ്മായിയമ്മ എന്നൊക്കെ പറയാൻ വരുന്നേക്കണേ. അല്ല, മുലപ്പാല് കൊടുക്കുന്നവർക്കാണെങ്കിൽ വിശപ്പുണ്ടാവും. ഈ പൊടി കലക്കി കൊടുക്കണം നിനക്ക് എന്തിനാണ് ഇത്ര വിശപ്പ്? അമ്മ, എനിക്ക് പാല് കുറവുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത്. പട്ടിണിക്കിടുവൊന്നും അല്ല ഞാൻ കുഞ്ഞിന് ചെയ്യുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ പാല് കൊടുക്കുന്നുണ്ട്. നീ കുറെ കൊടുക്കുന്നുണ്ട്. ഒന്നും കൊടുക്കുന്നില്ല. നിനക്ക് മുലപ്പാല് കൊടുക്കാനുള്ള കഷ്ടപ്പാട് കാരണം നീ ആ പൊടി കലക്കിയാണ് കൊടുക്കുന്നത്. നേരം ആ കൊച്ചിന് കൊടുത്ത് കൊടുത്ത് അതിനെന്തേലും അസുഖം നീ വരുത്തും. അതുവരെ നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സുഖമല്ലേ? പൊടി അങ്ങോട്ട് കലക്കി കൊടുത്താൽ മതിയല്ലോ കൊച്ചു കരയുമ്പോൾ. അത് ഇത് നീ കൊച്ചിനോട് എന്തെങ്കിലും സ്നേഹമുണ്ട് നീ ആ പൊടി കലക്കി കൊടുക്കുക. മുലപ്പാല് കൊടുക്കും. മുലപ്പാല് കൊടുത്താലേ കുഞ്ഞും അമ്മയും തമ്മിൽ ബന്ധം ഉണ്ടാവുള്ളൂ. അതൊക്കെ നിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്വന്തമായിട്ട് നൊന്ത് പ്രസവിച്ചവർക്കേ കുഞ്ഞിനോടൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ തോന്നും. ഇത് എങ്ങനെയാ കീറി മുറിച്ച് സുഖമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നവളല്ലേ? നൊന്ത് പ്രസവിച്ചവർക്ക് സ്നേഹം ഉണ്ടാവും. ഇത് പേരിന് മാത്രം ഒരു അമ്മ അല്ലേ നിന്ത്. അമ്മ, ഈ പൊടി കലക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ മുലപ്പാൽ കൊടുക്കുന്നേക്കാൾ കഷ്ടപ്പാടാണ് ഫോർമുല മിൽക്ക് കൊടുക്കുന്നത്. ഈ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കരഞ്ഞ് വാശി പിടിച്ച് കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് കിടത്തിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് അളവിന് പൊടി എടുത്ത് മിക്സ് ചെയ്ത് അതിന് കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്ന ചൂടിലേക്ക് ചൂടാറ്റി എങ്ങനെയെങ്കിലും കുഞ്ഞിന് കൊടുത്ത് എന്നിട്ട് ഈ എടുത്ത പാത്രങ്ങളെല്ലാം തിളപ്പിച്ച് വേണം സൂക്ഷിച്ചു വെക്കാൻ. ഇതിനൊക്കെ നല്ലോണം പണിയുണ്ട്. ഒരു കൈ സഹായത്തിന് ഒരാൾ പോലും ഇല്ല എനിക്ക്. എൻ്റെ ഭർത്താവും ഇല്ല, അമ്മയും ഇല്ല. കുറ്റം പറയാൻ മാത്രം ഒത്തിരി ആൾക്കാരില്ലേ. വലിയ കാര്യമായിപ്പോയി. പാലില്ലെങ്കിലേ നല്ലോണം പാലുണ്ടാകാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കണം. 4ഉം 5ഉം നേരമൊക്കെ തിന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുറെ ചോറ് തിന്നറിയാം. ഒരു പാറ ചോറ് തിന്നും. എന്തിന്? ഒരു കാര്യമില്ല. പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു. പ്രസവത്തിന് മുന്നേ 2 ആളുടെ ചോറങ്ങ് തിന്നും. അതുകൊണ്ട് എന്നാ വീർത്ത് 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 വന്നിട്ട് ലാസ്റ്റ് പ്രസവിക്കാൻ പറ്റാണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ. നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നാലും തിരിച്ചും മറിച്ചു എങ്ങനെയെങ്കിലും മരുമകളെ കുറ്റപ്പെടുത്താമെന്ന് പറഞ്ഞ് നടക്കണം. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് സിസേറിയൻ ആയതെന്നും എൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് പാലില്ലാത്തതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്താൻ നടക്കുക. കഷ്ടം. എൻ്റെ കുഞ്ഞിന് ഞാൻ കൺമഷി കഴിക്കണോ ഫോർമുല കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിൽ കയറി വലിയ ഇടപെടലൊന്നും വേണ്ട. വിശന്നിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വന്ന് എന്നോട് ഇത്രയും കണക്കും പറഞ്ഞ് ഇത്രയും സംസാരിക്കുന്ന നിങ്ങളടുത്ത് എനിക്കിനി ഒന്നും പറയാനില്ല. കഷ്ടം. അവൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കിടും. മേനെ കേട്ടവള്. അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല.